നമസ്കാരം, വെട്ട ന്യൂസ് ക്യാപ്സ്യൂളിലേക്ക് സ്വാഗതം. എന്റെ ഇഷ്ടങ്ങൾ എന്റെ ഫാമിലിക്ക് അറിയാം. ഫാമിലി വെഡിംഗ് സെന്റർ. പൊന്മുണ്ടം പഞ്ചായത്തിന് കീഴിലുള്ള വയലത്തൂർ മീൻ മാർക്കറ്റിൽ നിന്നും മലിനജലം പുറത്തേക്ക് ഒഴുകുന്നത് നാട്ടുകാർക്ക് തീരാദുരിതം സൃഷ്ടിക്കുന്നതായി പരാതി. 40 ലക്ഷത്തോളം രൂപ ചെലവഴിച്ച് നിർമ്മിച്ച മലിനജല ശുദ്ധീകരണ പ്ലാന്റ് തകർന്നതിനെ തുടർന്ന് വ്യാപാരികൾക്ക് കച്ചവടം നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്നാണ് ആരോപണം. പൊന്മുണ്ടം പഞ്ചായത്ത് ഓഫീസ് പ്രവർത്തിക്കുന്ന കെട്ടിടത്തിന്റെ താഴെയുള്ള ഭാഗത്താണ് മാർക്കറ്റ് പ്രവർത്തിക്കുന്നത്. മലിനജല ശുദ്ധീകരണ പ്ലാന്റ് നിർമ്മാണത്തിലെ അപാകത ചൂണ്ടിക്കാട്ടി CPIM നേതൃത്വത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ച് നടത്തിയിരുന്നു. മലിനജലം കെട്ടിക്കിടക്കുന്നത് കാരണം വ്യാപാരികൾക്ക് കച്ചവടം നടത്താൻ പോലും കഴിയാത്ത അവസ്ഥയിലാണെന്നാണ് പറയുന്നത്. പഞ്ചായത്തിലെ മലിനീകരണ പ്ലാന്റിന്റെ നിലവിലെ ടാങ്കിന്റെ അവസ്ഥയാണ്. നമുക്ക് നോക്കിയാൽ അറിയാം, ടാങ്കെല്ലാം നിറഞ്ഞ് എന്താ പറയുക, മാരകമായ രോഗാണുക്കളെ പുറത്തു തള്ളുന്ന രീതിയിലേക്കാണ് ഈ ടാങ്കുകളൊക്കെ നിറഞ്ഞു കിടക്കുന്നത്. ഇതിന് ഒരു സേഫ്റ്റി എന്നുള്ള രീതിയിൽ അതിൻ്റെ അടപ്പോ കാര്യങ്ങളോ ഒന്നുമില്ല. ഒക്കെ തുറസായ സ്ഥലങ്ങളിലാണ്, തുറസായ രീതിയിലേക്കാണ് ഇത് കിടക്കുന്നത്. തൊട്ടപ്പുറത്തെ ആരോഗ്യവകുപ്പ്, അതുപോലെ പഞ്ചായത്തിൻ്റെ ഈ കെട്ടിടം കിടക്കുന്നത്, ഈ സ്ഥാപനം നിൽക്കുന്നത് പഞ്ചായത്തിൻ്റെ തൊട്ടടുത്ത് താഴത്താണ്. പഞ്ചായത്തിന് താഴെ ഇവിടെ മത്സ്യ മാർക്കറ്റിൽ വലിയ കുട്ടി ആഘോഷിച്ച് ഇവിടെ നടപ്പിലാക്കിയ പദ്ധതിയാണ്. 40 ലക്ഷത്തോളം രൂപ ചെലവാക്കി പൊന്മുണ്ടം ഗ്രാമപഞ്ചായത്ത് അഴിമതി നടത്താൻ വേണ്ടി മാത്രം നടപ്പാക്കിയ പദ്ധതിൻ്റെ ഒരു ബാക്കി പത്രമാണ് നമ്മൾ ഈ ബാക്കിൽ കാണുന്നത്. അപ്പോൾ കഴിഞ്ഞ മാസം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഇതിൽ അഴിമതി നടന്നിട്ടുണ്ട്, അത് അന്വേഷിക്കണം ആവശ്യപ്പെട്ടുകൊണ്ട് CPIMന്റെ നേതൃത്വത്തിൽ ബഹുജന മാർച്ച് ഇവിടെ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. പ്ലാന്റിന്റെ ടാങ്ക് നിറഞ്ഞ അവസ്ഥയിലാണെന്നും ഇതുവരെ അറ്റകുറ്റപ്പണികൾ നടത്താത്തതും പ്രയാസം വർദ്ധിപ്പിക്കുന്നുണ്ടെന്നും രോഗഭീഷണി ഉയർത്തുന്നതായും CPM പറയുന്നു. അടിയന്തര നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ബഹുജനങ്ങളെ അണിനിരത്തി ശക്തമായ സമരവുമായി മുന്നോട്ടു പോകുമെന്ന് CPIM പൊന്മുണ്ടം ലോക്കൽ കമ്മിറ്റി അറിയിച്ചു. വെട്ട ന്യൂസ് താനൂർ.